ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാട്ടുകാർ മുഴുവൻ CI ചിദംബരം എന്ന് കേട്ടാൽ വിറയ്ക്കും. സ്വന്തം മകൾക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ല. അല്ലേ? നിങ്ങളാരാ? യു കീപ് ക്വയറ്റ്. ഐ ആം ടോക്കിംഗ് ടു ദിസ് ഗേൾ. ഇത് തുടങ്ങിയത് എത്ര കാലമായി? നിങ്ങളെ എനിക്കറിയില്ല. നിങ്ങൾ ആരാ ഇത് ചോദിക്കാൻ? അധികാരം ഉള്ളതുകൊണ്ടല്ലേ ചോദിച്ചത്. നിർമ്മല വീട്ടിലേക്ക് പോ. Come on. എത്രയുണ്ട് ഏരിയ? 2000 സ്ക്വയർ ഫീറ്റ് വരും. അഡ്വാൻസ് സെക്രട്ടറി എന്ന് വാങ്ങിച്ചോളൂ. മനജ, സീറ്റ് വെറ്റ്. യെസ് സർ. സാർ, നമുക്ക് ഇത്രയും വലിയ സ്ഥലം വേണോ? അതും ഒരു പരസ്യ കമ്പനിക്ക്? വേണം. ഇതിനകത്ത് എല്ലാം സെറ്റ് ചെയ്യണം. ഓഫീസ്, സ്റ്റുഡിയോ, വേണ്ടി വന്നാൽ ഒരു മിനി ഷൂട്ടിംഗ് ഫ്ലോർ കൂടെ നമുക്ക് ഇതിനകത്ത് സെറ്റപ്പ് ചെയ്യണം. ഐ എം ഇൻകോർപ്പറേറ്റിംഗ് ദി ആർട്ട് ഫിലിംസ് ഓൾസോ ഇൻ ദിസ് ഓഫീസ്. മനസ്സിലായോ? ശരി സാർ. ഐ ഗിവ് യു 15 days ടൈം. അതിനകം ഈ സ്കെച്ചിൽ കാണുന്ന പോലെ കംപ്ലീറ്റ് ഇന്റീരിയർ ഡെക്കറേഷൻ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കണം. വനിത, ഡോണ്ട് ഫോർഗെറ്റ് ദി ഇൻവിറ്റേഷൻസ് ആൻഡ് ദി പ്രസ് മീറ്റിംഗ്. യെസ് സർ. നാഥൻ മോള. നാഥനില്ലേ? ഉണ്ട്, കുളിക്കാണ്. ഇപ്പൊ വരും. ഇരിക്ക്. സോറി. കുടിക്കാൻ ചായ? എന്താണ് ഇവിടെ ബഹളം? ഹായ് ടിമ്മി, എപ്പോ വന്നു? എക്സ്ക്യൂസ് മീ. സോറി. ഇത് തോമസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് എനിക്കറിയാമേ. നീ ഒന്നും പറയണ്ട, നീ പോയിക്കോ. അയാൾ ഇന്നലെയും വിളിച്ചിരുന്നു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ആരാണ് അയാൾ? അയാൾക്ക് എന്താ കാര്യം? ശല്യം. ഒഴിഞ്ഞു പോയാ മതിയായിരുന്നു. അങ്ങനെ എളുപ്പം ഒഴിഞ്ഞു പോകുന്നതല്ലേ ഈ ശല്യം. ഞാൻ ചെറിയൊരു പരിപാടി ഇവിടെ തുടങ്ങുന്നുണ്ട്. അതിന്റെ ഇൻവിറ്റേഷനാ. രണ്ടുപേരും വരണം. യു ലുക്ക് റിയലി ബ്യൂട്ടിഫുൾ. An invitation is a courtesy. എന്തായാലും അത് തുറന്നു നോക്കെങ്കിലും ചെയ്യാമായിരുന്നു. You lack good manners, Mr. Nathan. See you. You bloody swine. നീ ആരാണ് പറയാൻ? എല്ലാം ഇരുന്നാട്ടെ. എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല.
മന്ത്രിമാർ, MLA മാർ, MP മാർ, IG, അങ്ങനെ ആരൊക്കെ ഉണ്ട്? അവരെ ഒക്കെ വിട്ടിട്ട് വേറെ ഒരു CI എന്നെ എന്തിനാ താനിത് ഉദ്ഘാടനം ഞാൻ വിളിച്ചത്? സാർ തെറ്റിദ്ധരിക്കണ്ട. എന്റെ ഒരു വിശ്വാസം, എന്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് പോലീസുകാരാ. എങ്കിൽ പിന്നെ കുറഞ്ഞ ഒരു SP എങ്കിലും വിളിച്ചുകൂടായിരുന്നു? എന്തിനാ? എനിക്കതിന്റെ ആവശ്യമില്ല. സാറിനറിയാമോ, എന്റെ കോയമ്പത്തൂർ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തത് ഒരു കോൺസ്റ്റബിളാണ്. എല്ലാവരും ചെയ്യുന്നത് ഞാനും ആവർത്തിക്കുന്നതിൽ എന്താ സാർ ഒരു ത്രില്ല്? ഐ ബിലീവ് ഇൻ വെറൈറ്റീസ്. സാർ പറഞ്ഞല്ലേ, ഞാനൊരു അല്പം ബിസിയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. ഓക്കെ. ആരാ വനജ? എന്റെ സെക്രട്ടറിയാണ്. എന്താ സാർ ചോദിച്ചത്? അല്ല, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വൺ സെക്കൻഡ്. സാറിന് തരാൻ ഞാനൊരു കോംപ്ലിമെന്റ് വാങ്ങിയിട്ടുണ്ട്. ഓ, പ്ലീസ്. മിസ്റ്റർ, എന്താ പേര് പറഞ്ഞേ? മഹേഷ്. മിസ്റ്റർ മഹേഷ്, പരിചയപ്പെട്ട് വളരെ സന്തോഷം. നമുക്ക് വീണ്ടും കാണണം. പിന്നെ നമ്മളിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതെ. ഓക്കെ. വരട്ടെ. ഇത് എവിടുന്ന അച്ഛാ? ഇത് അത് തന്നെ ഞാനാ ഉദ്ഘാടനം ചെയ്തേ. അതിന് തന്നതാ. ഇതെന്ത് കോംപ്ലിമെന്റ്! എന്നാ അകത്തോണ്ട് വെച്ചേര്. വനജാക്ഷിയമ്മ. Today we will examine the phonics statement in BASIC. The syntax of this command is എക്സ്ക്യൂസ് മീ, yes, മിസ് നിമ്മി. Nimmi. Nobody here by that name. ഐ എം സോറി. നിർമ്മല ഒന്ന് കാണണമായിരുന്നു. ആ കുട്ടി 2 ദിവസമായി വന്നിട്ട്. എന്തു പറ്റിയത്? ലീവാണോ? എനിക്കറിയില്ല, അത് ആ കുട്ടിയോട് ചോദിക്കണം. നിങ്ങളാരാ? അതും ആ കുട്ടിയോട് ചോദിച്ചാൽ മതി. എന്ത് പറ്റിയടാ? പെതുക്കെ പോയി അത് പൊട്ടിപ്പോവും. നാശം, ഒരു നമ്പർ കിട്ടുന്നില്ലല്ലോ. പ്രേമപരവശനായ കാമുകന്റെ നിരാശ അനിർവചനീയമാണ് അളിയാ. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാ. കണ്ടിട്ട് 2-3 ദിവസമായല്ലേ? ഹലോ, കംപ്ലൈൻസ് അല്ലേ? 33466 വർക്ക് ചെയ്യുന്നില്ല. ഒന്ന് നോക്കാവോ? അതെ, CA ചിദംബരത്തിന്റെ വീട്. ആരാടാ എന്റെ പേര് പറഞ്ഞേ? CI ചിദംബരത്തിന് എന്ത് പറ്റി? അല്ല സർ, ഞാൻ എക്സ്ചേഞ്ചിലേക്ക് കംപ്ലൈന്റ് ചെയ്തതാ. സാറിന്റെ ഫോൺ ഫോൾട്ട് ആണെന്ന്. അത് ശരി. കംപ്ലൈന്റ് ചെയ്തോ? അതേതായാലും നന്നായി. എന്താ സാർ വേണ്ടത്? കണ്ടിട്ട് കുറച്ചാളായല്ലോ. ഒരാളുടെ വരാനുണ്ട്. അല്ല, താനെന്തിനാ എന്റെ വീട്ടിലേക്ക് വിളിച്ചേ? അത് പിന്നെ 2-3 ദിവസമായി. ഫോണിനെടുത്ത് കൈയറേ. ഫോണിനെടുത്താണ് കൈ വെക്കുന്നത്. ഇപ്പൊ ഇതിനും ഡയൽട്ടോൺ ഇല്ല, ഇതും ഫോൾട്ടായി. എന്ത് അത്ഭുതം! രണ്ടു മൂന്ന് ദിവസമായിട്ട് അതല്ല സാർ, അത് ഈ ഫൈനാൻസ് കമ്പനി ഉണ്ടല്ലോ, അല്ല ചിട്ടി കമ്പനി, ലോനപ്പാടൻ ബ്ലേഡ് കമ്പനി, അല്ല ചിട്ടി കമ്പനി. ഒരു ചിട്ടി പിടിച്ച കാശ് വാങ്ങിച്ചിട്ട്, അല്ല കാശ് കൊടുത്തിട്ട്, അല്ല അത് സമയം കഴിഞ്ഞിട്ട് കിട്ടിയില്ല. അത് സാറിനെ അറിയിക്കാമെന്ന് കരുതി. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഫിനാൻസ് ചിട്ടി പിടിച്ചു, വിട്ടു, കളഞ്ഞു. രാവിലെ ചെറുക്കമെല്ലാം വിട്ടോ? ഇല്ല സർ. അതാ കാര്യം. 2 ഒഴിച്ചുകൂടെ, വാക്കും നാക്കൊക്കെ ഉറക്കട്ടെ. നമുക്ക് ആ ടേബിളിൽ ഇരിക്കാം. ശരി. ഇതാ ഞാൻ പറഞ്ഞ ആള്. ഇയാളോ? എന്നിട്ട് അയാൾക്ക് നിന്നെ കണ്ട ഒരു ഭാവമില്ലല്ലോ. ഇയാൾ തന്നെയാ അത്. ഇനി സാറിന്റെ റിലേഷൻ ആയിരിക്കും. അങ്ങനെയാണ് നിമ്മി അറിയില്ലേ? ആഹാ, അമ്മ പട്ടിക്ക് ചോറ് കൊടുക്ക. കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഈ വഴിക്ക് പോവായിരുന്നു, അപ്പൊ ഒന്ന് കയറിയേക്കാന്ന് ആ വാ. എന്റെ കല്യാണക്കാരി എവിടം വരെയായി?
ഏതോ മരത്തിനെയോ കയത്തിനെയോ ഇഷ്ടമാണെന്ന് പറഞ്ഞു അതൊന്നും പറയണ്ട അമ്മേ. എന്റെ ഭാഗത്ത് നിന്ന് റെഡിയാ. പിന്നെ പെണ്ണിന്റെ അച്ഛന്റെ അടുക്കൽ ഇതൊന്ന് അവതരിപ്പിക്കണം. അതെങ്ങനെ, ആര് എന്നുള്ള പ്രശ്നമാണിപ്പോ. അതിനെന്താ, നേരിട്ട് കണ്ടങ്ങ് പറയണം. അതല്ലേ പ്രശ്നം. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണമാണേ, ദേ ഇവിടുത്തെ കുട്ടിയെ എന്നെ പോലൊരു ചെറുപ്പക്കാരൻ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ചോ. അല്ല, വെച്ചാ മതി. ഉദാഹരണമാണേ, ഇവിടുത്തെ സാറിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോ ഈ ചെറുപ്പക്കാരന്റെ കാര്യം ആര് സാറിനോട് പറയും? അമ്മ പറയൂ? അയ്യോ, ഞാൻ പറയത്തില്ല, അവനെന്നെ കൊന്നുകളയും. ഇവിടുത്തെ കുട്ടി പറയൂ? ആ, അതുപോലൊരു പ്രശ്നത്തിലാണ് ഞാനിപ്പോ. കൂടാതെ ഇപ്പൊ ഒരു വില്ലനും. ഹലോ, അതെ, ഇല്ലല്ലോ, രാവിലെ പോയതാ. പറയാം, 5 മണിക്കല്ലേ? ശരി, ആ, പറഞ്ഞേക്കാം. അവൻ വന്നു തോന്നുന്നു. ഞാൻ പോട്ടെ. ആ, വെറുതെ കാര്യതാ ഇതുവഴി പോയപ്പോ. ഞാൻ വരട്ടെ സാർ. എന്താടാ ഇത്? ഇവനെ അമ്മയ്ക്ക് അറിയാവോ? ശരിക്കും അറിയാവോ? ഇവൻ നല്ല ഒന്നാന്തരം പാട്ടുകാരനാണ്. അമ്മ ഇവന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ആ, എന്നാ കേൾക്കണം. മോളെ നിർമ്മലേ, ആ പാട്ടുപെട്ടി ഇങ്ങനത്തുണ്ടാ. പാട്ടുപെട്ടി എടുത്തുണ്ട്. വാ. തുടങ്ങണോ? പാട